മുഖ്യമന്ത്രി ചർച്ചകൾ തുടരുന്നതിനിടെ ഹൈക്കമാൻഡുമായി ചർച്ച നടത്താൻ നേതാക്കൾ ഡൽഹിയിലേക്ക്. വി.ഡി. സതീശനും രമേശ് ചെന്നിത്തലയും സണ്ണി ജോസഫും വൈകിട്ട് ഡൽഹിയിലേക്ക് പോകും. മൂന്നുപേരുമായും ഹൈക്കമാൻഡ് കൂടിക്കാഴ്ച നടത്തും. ബിനിലീല സാബുണ്ട് വിവരങ്ങൾ നൽകാൻ. ബിനിലെ, ദ്രുതഗതിയിലാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. ഇന്ന് തന്നെ നേതാക്കൾ ഡൽഹിയിലെത്തും. വിവരങ്ങൾ പറയൂ. അരുണ്യ, ഇന്ന് വൈകിട്ട് 7:10 വിമാനത്തിലാണ് മൂന്ന് നേതാക്കളും ഡൽഹിയിലേക്ക് പോകുക. ഡൽഹിയിലേക്ക് അടിയന്തരമായി എത്താൻ മൂന്ന് നേതാക്കൾക്കും ഹൈക്കമാൻഡ് നിർദ്ദേശം നൽകിയിരിക്കുന്നു. ഈ ചർച്ചകളെല്ലാം ഡൽഹിയിലാണ് നടക്കുക. വി.ഡി. സതീശനോ കെ.സി. വേണുഗോപാലോ അതോ രമേശ് ചെന്നിത്തലയോ ആരാകും മുഖ്യമന്ത്രി എന്ന കാര്യത്തിൽ വൈകാതെ തന്നെ ഒരു തീരുമാനത്തിലേക്ക് പോകാൻ തന്നെയാണ് ഹൈക്കമാൻഡ് തീരുമാനം. ഇത്തരത്തിൽ മൂന്ന് നേതാക്കളുടെയും അവകാശവാദങ്ങൾക്ക് നേരത്തെ ഹൈക്കമാൻഡിന് മുന്നിൽ പ്രതിനിധിക്ക് മുമ്പിൽ അറിയിച്ചതാണ്. അതിൽ ഏറ്റവും കൂടുതൽ എം.എൽ.എമാരുടെ പിന്തുണയുള്ളത് കെ.സി. വേണുഗോപാലിനാണ്. അദ്ദേഹം മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരണമെന്നാണ് ഭൂരിഭാഗം എം.എൽ.എമാരും ഏകദേശം 49 എം.എൽ.എമാർ അത്തരത്തിൽ അഭിപ്രായപ്പെട്ടു എന്നുള്ളതാണ്. അതിനൊപ്പം തന്നെ വി.ഡി. സതീശനൊപ്പം നിൽക്കുന്ന ആളുകളുണ്ട്. പൊതുവികാരം വി.ഡി. സതീശന് ഒപ്പമാണ്. മാത്രമല്ല ഘടകകക്ഷികളുടെ പിന്തുണയും വി.ഡി. സതീശനാണ്. നേരത്തെ ഇവിടെ കേരളത്തിലെത്തിയ നിരീക്ഷകർ അത്തരത്തിൽ റിപ്പോർട്ട് കൊടുത്തു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. വി.ഡി. സതീശന് അനുകൂലമായ റിപ്പോർട്ടാണ് എന്നാണ് നമുക്ക് ഈ ഘട്ടത്തിൽ പറയാൻ കഴിയുന്നത്. കേസ് പിന്മാറിയാൽ കേസോട് പിന്മാറണമെന്ന് ഹൈക്കമാൻഡ് ആവശ്യപ്പെട്ടേക്കും എന്നാണ് ഡൽഹിയിൽ നിന്നും വരുന്ന വിവരങ്ങൾ. അങ്ങനെ പിന്മാറുകയാണെങ്കിൽ കൂടുതൽ എം.എൽ.എമാർ പിന്തുണയ്ക്കുക രമേശ് ചെന്നിത്തലയ്ക്ക് ആയിരിക്കും. അക്കാര്യം ഹൈക്കമാൻഡിനെ രമേശ് ചെന്നിത്തല അറിയിക്കും. ഒരുപക്ഷെ വി.ഡി. സതീശിലെ ഈ കാര്യങ്ങൾ പോയാൽ ഒരു തർക്കത്തിലേക്ക് വീണ്ടും പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് നേതാക്കളുമായി നേരിട്ട് കണ്ട് കൂടിക്കാഴ്ച നടത്തി ഇക്കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനത്തിലേക്ക് പോകാൻ തന്നെയാണ് ഹൈക്കമാൻഡ് തീരുമാനം. എന്തായാലും വൈകിട്ട് രാത്രി 7:10 വിമാനത്തിലാണ് മൂന്ന് നേതാക്കളും ഡൽഹിയിലേക്ക് പോവുക. അരുണ്യ, ശരി, ബിനിലാണ് വിശദാംശങ്ങൾ നൽകിയത്.